പുതിയ തുരങ്കം നിർമ്മിച്ച് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് സുപ്രീം കോടതി വിധി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം തകരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. കാരണം പിന്നെ ഇതിനുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ തേക്കടി തടാകത്തിൽ നടക്കുന്ന ബോട്ടിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് മാലിപ്പുറത്താണ്. നമ്മളുടെ ഇടുക്കിയിലുള്ള മുല്ലപ്പെരിയാർ ഡാം നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പഴയൊരു ഡാമാണ്. ആ ഡാമിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം വൈപ്പിൻകരയിൽ നമ്മുടെ മാലിപ്പുറത്തൊരു സമരം നടക്കുകൊണ്ട. ഞാനിത് ഷൂട്ട് ചെയ്യണത് ഡിസംബർ 25-നാണ്. ഇന്നിപ്പോൾ അതൊരു 9 ദിവസം കൂടി പിന്നിട്ടാണ് കേട്ടോ ആ സമരം. ആ സമരം ഒരു 28 ദിവസം തുടങ്ങി ഞാൻ കാണുന്നതാണ്. അപ്പോൾ ഇന്ന് അവരുടെ ഒപ്പം കൂടാന്ന് വിചാരിച്ചിറങ്ങി ദിവസങ്ങളായി ഇത് കാണുന്ന ഈ സമരത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ 449 ദിവസമല്ലോ, ഞാൻ ശരിക്കും 28 ദിവസമുള്ളപ്പോൾ ഇത് കണ്ടു തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഇതിൻ്റെ ഭാരവാഹികളെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസത്തിൽ കാസാഴ്ച നന്ദി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 2018 ആ പ്രളയം ശരിക്കും പറഞ്ഞാലേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു പ്രകൃതി തന്നൊരു മുന്നറിയിപ്പാണ്. അന്ന് ആ പ്രളയത്തിൻ്റെ സമയത്ത് പല ഡാമുകളും തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ 13 ഷട്ടറുകളോളം തുറന്നിട്ടുണ്ടായിരുന്നു. ഇടുക്കി ഡാമിൻ്റെ 2 ഷട്ടറുകൾ തുറന്നിട്ടുണ്ടായിരുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കണം, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ജലം നേരെ ഒഴുകുന്ന ഇടുക്കി അണക്കെട്ടിലാണ്. ഇടുക്കി അണക്കെട്ടിൻ്റെ 2 ഷട്ടറുകൾ അന്ന് 2014 തുറന്നപ്പോഴാണ് എറണാകുളം ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളൊന്നും വെള്ളത്തിനടിയിലായി. അതുപോലെ നമ്മുടെ കേരളത്തിൽ പല ഭാഗങ്ങളിലെ ഡാമുകൾ തുറന്ന കേരളത്തിൽ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. അന്ന് ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ ചെയ്യാവുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു. അത് മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനം ഇറങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 10,000-ലധികം ആളുകൾ മരിക്കേണ്ട ഒരു വലിയൊരു അപകടം വരുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയോണ്ടാണ് അത്രയും മരണസംഖ്യ കുറക്കാൻ സാധിക്കും. എന്നിട്ടും 400ഓളം ആളുകൾ അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഒരു അപകടം സംഭവിച്ചു വരികയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിലെ ഏകദേശം 10 TMC-യോളം ജലം, വെള്ള അളവ് വെച്ച് നോക്കിയാൽ 10 TMC-യോളം ജലമുണ്ട്. അതൊഴിക്ക് നേരെ വരുന്നത് ഇടുക്കി അണക്കെട്ടിലേക്കായിരിക്കും. ഇടുക്കി അണക്കെട്ടിൽ 70 TMC-യോളം ജലമുണ്ട്. ഈ 2 ഇതോട് കൂടി 80 TMC-യോളം ജലം ഇടുക്കി അണക്കെട്ട് താങ്ങിയില്ല. അല്ലെങ്കിൽ ഇടുക്കി അണക്കെട്ടിൻ്റെ അന്ന് തുറന്നത് 2 ഷട്ടറുകളാണ്. അതിൽ കൂടുതൽ ഷട്ടറുകൾ തുറന്നാൽ പോലും വളരെ വലിയൊരു അപകടത്തിലേക്ക് വരും. നമ്മുടെ ആവശ്യം ശരിക്കും എന്താണ് ഈ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആധുനിക ശാസ്ത്രവും സയൻസും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പല രാജ്യങ്ങളും, പല വികസിത രാജ്യങ്ങളും പഴയ ഡാമുകളെല്ലാം ഡീകമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് അമേരിക്കയിൽ 2000-ഓളം ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ അത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അത്രയും പഴക്കമുള്ള ഡാമുകളൊന്നും അല്ല. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ഗ്രാവിറ്റി അണക്കെട്ടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ 1995 നിർമ്മാണം പൂർത്തിയാക്കി. ഈ കഴിഞ്ഞ ഒക്ടോബർ 10-ന് 130 വർഷം പൂർത്തിയാക്കി അണക്കെട്ട്. സാധാരണ ഒരു അണക്കെട്ടിന്റെ ആയുസ് 65 വർഷം തിരികെ 130 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വളരെ വലിയ ലീക്ക് കണ്ടിട്ട് 1978 സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇത് റിപ്പയറിംഗ് നടത്തിയാണ്. അപ്പോൾ റിപ്പയറിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ 152 അടി ഉയരം ഉണ്ടായിരുന്ന അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തി 136 അടിയിലേക്ക് ഒരു ജലനിരപ്പ് കൊണ്ടുവന്നു റിപ്പയറിംഗ് തുടങ്ങിയപ്പോൾ. അപ്പോൾ 136 അടിയിലേക്ക് കൊണ്ടുവന്നത് ഇത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ 1978 തുടങ്ങിയ റിപ്പയറിംഗ് 1992 അവർ പൂർത്തിയാക്കി. സെൻട്രൽ വാട്ടർ കമ്മീഷൻ അവിടെ നിന്ന് പിൻവാങ്ങി. പക്ഷേ ജലനിരപ്പ് ഉയർത്തിയില്ല, 136 അടി തന്നെ നിർത്തി. അത് ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ തമിഴ്നാട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ കേസ് വലിയത് 2006 ജലനിരപ്പ് വീണ്ടും 152 അടിയേക്ക് ഉയർത്താനുള്ള അനുവാദം സുപ്രീം കോടതിയിൽ നിന്ന് വാങ്ങിച്ചു. അന്ന് കേരളത്തിന്റെ വാദങ്ങൾ ദുർബലമായതുകൊണ്ടാണ് അവർക്ക് ആ രീതിയിൽ അനുവാദം കിട്ടിയത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത്രയും അപകടകരമായുള്ള ഒരു ഡാമിന്റെ താഴെ നിൽക്കുന്ന ജനങ്ങൾ എന്തായാലും ഭീതിയിലാവും. അങ്ങനെയാണ് 2006 ആദ്യമായിട്ട് ചപ്പാത്തിലെ മുല്ലപ്പെരിയാർ സമരം തുടങ്ങിയത്. ആ സമരത്തിന്റെ ലക്ഷ്യം പുതിയ ഡാം പുതിയ കരാർ എന്നുള്ള രീതിയിലായിരുന്നു. അത് ഏകദേശം 6 വർഷത്തോളം മുന്നോട്ട് പോയി. പ്രൊഫസർ CP റോയ് സാർ എന്ന് പറഞ്ഞിരുന്ന വളരെ ജനങ്ങളോട് സ്നേഹമുള്ള പ്രൊഫസറായിരുന്നു. അദ്ദേഹമായിരുന്നു ആ സമരത്തിന് ചുക്കാൻ പിടിച്ചത്. അങ്ങനെ 6 വർഷത്തോളം മുന്നോട്ട് പോയപ്പോൾ അവരൊരു വലിയൊരു കാര്യം ഇതിന് മനസ്സിലാക്കിയില്ല. ഈ പുതിയ ഡാം എന്നുള്ളതായിരുന്നു അന്നത്തെ സമരത്തിന്റെ ലക്ഷ്യം. ഈ പുതിയ ഡാം എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞത്. കാരണം പുതിയ ഡാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ അപ്രായോഗികമാണ്. കാരണം നിലവിലുള്ള ഡാമിന്റെ തൊട്ട് താഴെ ഏകദേശം 366 മീറ്റർ താഴെയായിട്ടാണ് ഈ പുതിയ ഡാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പഴയ ഡാമിനേക്കാളും പുതിയ ഡാം ഏകദേശം 60 അടിയോളം ഉയരം കൂടുതലായിരിക്കും, 600 അടിയോളം നീളം കൂടുതലായിരിക്കും. ഏകദേശം ഇതിനേക്കാൾ ഇരട്ടിയോളം എടുത്ത് ജലം ഉൾക്കൊള്ളുന്നതായിരിക്കും പുതിയ ഡാം. ഈ പ്രദേശം എന്ന് പറയുന്നത് 2011 തന്നെ 26 തവണയോളം ഭൂചലനം ഉണ്ടായ പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ പഴയ ഡാമിന്റെ തൊട്ടടുത്തായിട്ട് ഒരു പുതിയ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫയലിംഗ് തുടങ്ങുമ്പോൾ തന്നെ പഴയത് തകരാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ 8 വർഷത്തോളം സമയം എടുക്കുമെന്ന് ആലോചിക്കണം ഒരു പുതിയ ഡാം നിർമ്മിക്കാൻ. പഴയത് തകർന്നു വീഴാതെ വേണം പുതിയ നിർമ്മിക്കാൻ. അപ്പോൾ ഇതിനെല്ലാം അതിജീവിച്ച് പഴയത് തകർന്നു വീഴാതെ ഒരു പുതിയ ഡാം നിർമ്മിച്ച് കഴിഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സാധാരണ അണക്കെട്ടിന്റെ ആയുസ് 65 വർഷം, ഒരു 60-70 വർഷമൊക്കെ കഴിയുമ്പോൾ ഇതിനേക്കാൾ ഇരട്ടി വെള്ളം കൊള്ളുന്ന ഇതിനേക്കാൾ വലിയ മറ്റൊരു ജലബോംബായിട്ട് പുതിയ ഡാം മാറും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല 2 ലക്ഷം ട്രക്ക് മണ്ണും ചരലും കല്ലും എല്ലാം വേണ്ടി ഒരു 3000 ഏക്കറോളം വനപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള ഒരു പുതിയ ഡാം നിർമ്മിച്ചു കഴിഞ്ഞാലും 60-70 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇതിനേക്കാളും നമ്മുടെ വരും തലമുറ ഇതിനേക്കാളും വലിയ അപകടത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ പുതിയ ഡാം എന്നുള്ള ആശയം തന്നെ അപ്രായോഗികമാണ്. പിന്നെ തമിഴ്നാട് പറയുന്നത് പഴയ ഡാം ബലപ്പെടുത്തി കൂടുതൽ ഉയരത്തിൽ ജലം സംഭരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ജലനിരപ്പ് താഴ്ത്തി നിർത്തി 136 അടിയിലേക്ക് നിർത്തിയത് തന്നെ ഇതിൻ്റെ ഭാവിയിൽ അപകട സാധ്യത ഒഴിവാക്കാൻ. അപ്പോൾ തമിഴ്നാട് പറയുന്നത് ഒരു കാരണവശാലും പ്രായോഗികമല്ല എന്നുള്ളത് ഒരു സംശയമില്ലാതെ പറയാം. പിന്നെ എന്താണ് ഇതിനൊരു പോം വഴി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്ന സമരത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2014 മെയ് 7 സുപ്രീം കോടതി 2 സംസ്ഥാനങ്ങൾക്ക് അനുയോജ്യമായ ഒരു പുതിയ തുരങ്കം നിർമ്മിച്ച് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് സുപ്രീം കോടതി വിധിയിൽ 2014 മെയ് 7 വിധിയിൽ 152-ാമത്തെ പേജിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്.
കേരള തമിഴ്നാട് ഗവൺമെന്റുകൾ സംയുക്തമായി ചർച്ച ചെയ്ത് ഇതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി എത്രയും പെട്ടെന്ന് ഈ പുതിയ തുരങ്കം നിർമ്മിച്ച് ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ഒരു തുള്ളി പോലും കേരളം ജലസേചനത്തിന് വൈദ്യുതിക്ക് ഉപയോഗിക്കുന്നില്ല. കഴിഞ്ഞ 130 വർഷമായിട്ടും തമിഴ്നാടാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലം കൊണ്ടുപോകുന്നത്. വല്ല വർഷത്തിൽ 1-2 തവണ ജലനിരപ്പ് കൺട്രോൾ ചെയ്യാൻ വല്ലപ്പോഴും ഷട്ടർ തുറക്കുമ്പോൾ കേരളത്തിലേക്ക് വരുന്നത് വെച്ചാൽ പൂർണ്ണമായിട്ട് തമിഴ്നാടാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ തമിഴ്നാട് എങ്ങനെയാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നത് കേരളത്തിലെ ഓരോ മനുഷ്യനും അറിയേണ്ട ഒരു കാര്യം. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കൊണ്ടുപോകുന്നത് കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള കുമളിയിലുള്ള ഒരു തുരങ്കം വഴിയാണ്. ഈ തുരങ്കം 130 വർഷം മുമ്പ് ജോൺ പെന്നിക്ക് തന്നെ നിർമ്മിച്ചൊരു തുരങ്കമാണ്. അന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, 130 വർഷം മുമ്പ് എന്തായാലും ആധുനിക സാങ്കേതിക ഒന്നും വികസനം പ്രാപിച്ചിട്ടുണ്ടാവും. തുരങ്കം എങ്ങനെ നിർമ്മിച്ചിട്ടുണ്ടാവുമെന്ന് ആലോചിക്കണം. അന്ന് തുരങ്കം നിർമ്മിക്കുന്നത് കൈകൊണ്ട് അടിച്ചുപൊടി സ്ഫോടനങ്ങൾ നടത്തിയാണ്, കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഈ തുരങ്കം നിർമ്മിക്കുക എന്നുള്ളത് അന്ന് ജോൺ പെന്നിക്കിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ്. അത് ഇദ്ദേഹം ഇതെങ്ങനെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അതിജീവിച്ചു എന്ന് വെച്ചാൽ, കുമളിയിൽ ഉള്ള ഒരു മലയുടെ മുകളിൽ ഏറ്റവും ഉയരത്തിലായിട്ട്, മലയെ വെച്ചാൽ മുകളിലേക്ക് വന്നൊരു വീതി കുറഞ്ഞേ വരുള്ളൂ. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഏകദേശം 106.5 അടിയിൽ ഒരു തുരങ്കം നിർമ്മിക്കാൻ അദ്ദേഹം ചെയ്തു. അദ്ദേഹം 106.5 അടിയിൽ നിർമ്മിക്കേണ്ടി വന്നത് അന്ന് സാങ്കേതിക വിദ്യയുടെ അഭാവം മൂലമാണ്. എന്നിട്ടും ആ തുരങ്കം 1.6 കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു. ഈ 1.6 കിലോമീറ്ററുള്ള തുരങ്കം കൈകൊണ്ട് അടിച്ചുപൊടിച്ച് സ്ഫോടനങ്ങൾ നടത്തിയേക്കും അദ്ദേഹം നിർമ്മിച്ച് കഴിഞ്ഞത് 12 വർഷത്തോളം എടുത്താണ്. എന്ന് പറഞ്ഞാൽ ഡാം നിർമ്മിക്കാൻ 10 വർഷം എടുത്തോളൂ, തുരങ്കം നിർമ്മിക്കാൻ 12 വർഷത്തോളം എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ തുരങ്കം താഴ്ത്തി നിർമ്മിക്കുക എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം 25-30 വർഷം കഴിഞ്ഞാൽ തുരങ്ക നിർമ്മാണം കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം 106 അടിയിൽ ഒരു തുരങ്കം നിർമ്മിച്ചു. അപ്പോൾ ഈ തുരങ്കം കുമളിയിലെ മലയുടെ മുകളിൽ 106 അടി ഉയരത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ 106 അടി ഉയരത്തിൽ ജലം എത്തിയാൽ മാത്രമേ ഈ ജലം തമിഴ്നാട്ടിലേക്ക് ഒഴുകുള്ളൂ. അപ്പോൾ ഈ ജലം 106 അടി ഉയരത്തിൽ എത്തണമെങ്കിലും എന്ത് ചെയ്യണം? ഈ നദിനെ ഒഴുക്ക് തടഞ്ഞ് തടസ്സപ്പെടുത്തണം. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന നദിനെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയാൽ മാത്രമേ ജലനിരപ്പ് ഉയരൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിച്ചത്. അപ്പോൾ ഈ അണക്കെട്ട് നിർമ്മിച്ച് കഴിഞ്ഞപ്പോൾ നദിയുടെ ഒഴുക്ക് തടയപ്പെടുകയും നദിയുടെ ഒരു സൈഡിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്യും. അങ്ങനെ തുരങ്കത്തിൻ്റെ മൗത്തിൽ ജലമെത്തി തുരങ്കത്തിലൂടെ ജലം തമിഴ്നാട്ടിലേക്ക് ഒഴുകി. തമിഴ്നാടിൻ്റെ പൊസിഷൻ ഏകദേശം 1500 അടി താഴെയാണ്. അപ്പോൾ 1500 അടി മുകളിൽ കിടക്കുന്ന ജലം 1500 അടി താഴേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ തുരങ്കം 106.5 അടിയിലാണ്. എന്ന് വെച്ചാൽ തേക്കടി തടാകമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം എന്ന് പറയുന്നത്. തേക്കടി തടാകം, ഈ തേക്കടി തടാകം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം കിടക്കുന്നത് ഏകദേശം അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് 106.5 അടി ഉയരത്തിലാണ്. ആ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ 106.5 അടി ഉയരത്തിലാണ് ഈ തുരങ്കമുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 106.5 അടി വരെയുള്ള വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ ജലം അപ്പുറത്തേക്ക് ഒഴുകും. അപ്പോൾ അതുവരെയുള്ള വെള്ളം ഡെഡ് സ്റ്റോറേജ് ആയിട്ട് കെട്ടിക്കിടക്കും. ആർക്കും ഉപയോഗമില്ലാതെ ഈ കേരളത്തിലെ 6 ജില്ലകളിലെ ജനങ്ങളുടെ തലക്ക് മുകളിൽ ഡെഡായിട്ട് വെറുതെ കെട്ടിക്കിടക്കും. ഈ 106.5 അടിക്ക് മുകളിലേക്കുള്ള ജലം എത്തിയാൽ മാത്രമേ തമിഴ്നാട്ടിലേക്ക് ജലം ഒഴുകുള്ളൂ. തമിഴ്നാട്ടിൽ കൂടുതൽ ജലവും കൂടുതൽ ഫോഴ്സും കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവർ 152 എത്തിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ 46 അടിയുള്ളവർക്ക് സ്റ്റോറേജ് കിട്ടും, കൂടുതൽ പ്രഷർ, കൂടുതൽ വെള്ളം കിട്ടും. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞേക്കണ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തുരങ്കം വന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഇല്ലാതിരുന്നതുകൊണ്ടാണ് 106 അടിയിൽ നിർമ്മിച്ചത്. ആ 106 അടിയിലുള്ള തുരങ്കം ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചാൽ മറ്റൊരു തുരങ്കം കൂടി സ്ഥാപിച്ചില്ല. താഴെ 50 അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ 50 മുതൽ 106 വരെ ഡെഡായി കിടക്കുന്ന വെള്ളം ഇത് തമിഴ്നാട്ടിലേക്ക് കൂടുതലായിട്ട് ഒഴുകിയിട്ട് ആ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൂടുതൽ ഒഴുക്കി വിട്ടുകൊണ്ട് ഈ ഡാമിലെ ജലത്തിന്റെ അളവ് 70% കുറക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇത് ഡീകമ്മീഷൻ ആവും. ഇതിൻ്റെ ഒരു 30% വെള്ളം ആയി കഴിഞ്ഞാൽ 1/3 വെള്ളം ഇത് ഡീകമ്മീഷനായി അപകടകരമായിട്ട് മാറും. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഈ വെള്ളം ഒരു തുള്ളി പോലും കേരളത്തിലെ സാധാരണക്കാർക്ക് ഉപയോഗമില്ല. കാരണം ഇത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള കരാർ പ്രകാരം തമിഴ്നാടാണ് ഇതിന്റെ ഉപഭോക്താവ്. അപ്പോൾ അത് ഈ 130 വർഷമായിട്ട് തമിഴ്നാടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇതിനുള്ള ഉപയോഗം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഉപയോഗമാണ് നമ്മളെല്ലാവരെയും ഇതുവരെ പ്രശ്നത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിന് ഇതിനുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ തേക്കടി തടാകത്തിൽ നടക്കുന്ന ബോട്ടിങ് മാത്രമാണ്. തേക്കടിയിലെ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ 100ഓളം വൻകിട റിസോർട്ടുകൾ, 1000ഓളം ഹോം സ്റ്റേകളും ഈ തേക്കടി തടാകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിങ്ങിൽ വരുന്ന ആളുകൾ ഈ ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലൊക്കെ കയറാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു വരുമാനം ഇതിനെ ആശ്രയിച്ചാണ്. ഈ ഒരു പുതിയ തുരങ്കം വന്നു കഴിഞ്ഞാൽ ഈ ജലനിരപ്പ് താഴും, അവിടുത്തെ ബോട്ടിങ് സ്വാഭാവികമായിട്ട് ഇല്ലാതാവും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ 6 ജില്ലകളിൽ 1.5 കോടിയോളം ജനങ്ങളുടെ ജീവനാണോ തേക്കടിയിലെ ബോട്ടിംഗ് ആണ് വലുത്? നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിലെ 6 ജില്ലകളിൽ 1.5 കോടിയോളം ജനങ്ങളുടെ ജീവനാണ് വലുത്. അപ്പോൾ ഈ വെള്ളം താഴ്ന്ന് അത് ഡീകമ്മീഷൻ ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സേഫ് ആവും. അപ്പോൾ ഇങ്ങനെ സേഫ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ബോട്ടിംഗ് ഇല്ലാതെയാവും എന്നുള്ളതുകൊണ്ട് അവര് ബോട്ടിംഗ് ഇല്ലാതെയായാലും അവിടുത്തെ ടൂറിസം ഡെവലപ്മെന്റിന് മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം. അവിടെ കനാലുകൾ എന്തെങ്കിലും കീറി അതിന് പകരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടൂറിസം ഉറപ്പിക്കാം. പക്ഷേ ഈ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ 1.5 കോടിയോളം ജനങ്ങളുടെ ജീവനില്ലാതെയാവും, ഈ ബോട്ടിങ്ങും ഈ ടൂറിസം ഒക്കെ എന്നേക്കുമായിട്ട് ഇല്ലാതെയാവും. അപ്പോൾ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കി കേരളത്തിലെ ജനങ്ങളുടെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ആധുനിക രീതിയിലുള്ള സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ തുരങ്കം വരണമെന്നാണ് മുല്ലപ്പെരിയാർ ടണൽ സർവീസിന്റെ ആവശ്യം. ഈ പുതിയ തുരങ്കം നിർമ്മിക്കാൻ ഇന്നത്തെ ആധുനിക ബോറിംഗ് ടെക്നോളജികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം പോലും സമയം വേണ്ട. അതുപോലെ ഒരു പുതിയ 10 ചെലവിലും ചെയ്യാം. ഇത് നമ്മൾക്കിപ്പോൾ ഇതിന്റെ ഇടയിൽ ഞങ്ങൾ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ കൊടുത്ത ഒരു പെറ്റീഷന്റെ മറുപടിയാണ് ഈ തൂക്കിയിട്ടില്ല. സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്, കേരള തമിഴ്നാട് ഗവൺമെന്റുകൾ സംയുക്തമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ തുരങ്കം നിർമ്മിക്കാനുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും നൽകാമെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിലെ എല്ലാ ഡാമുകളെ അറ്റകുറ്റപ്പണി നിയന്ത്രണം നടത്തുന്ന സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇത്രയും വലിയൊരു മറുപടി തന്നിട്ട് പോലും കേരള തമിഴ്നാട് ഗവൺമെന്റുകൾ ഒരുമിച്ച് വരാതെ
കേരളം പുതിയ ഡാം നിർമ്മിക്കണമെന്നും തമിഴ്നാട് പഴയ ഡാം ബലപ്പെടുത്തി കൂടുതൽ ഉയരത്തിൽ ജലം സംഭരിക്കണമെന്നുള്ള രണ്ട് വ്യത്യസ്ത ആശയങ്ങളുമായി പരസ്പരം എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയി. നമ്മളിതൊരു സമവായ ആശയമാണ് പറയുന്നത്. കേരളത്തിന് തമിഴ്നാടിന് ഒരുപോലെ ഉപകാരപ്രദമായ 6 മാസത്തിനുള്ളിൽ തീർക്കാവുന്ന ഒരു പുതിയ ഡാം നിർമ്മിക്കുന്ന 10-1 ചെലവിൽ ചെയ്യാവുന്ന ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള സുപ്രീം കോടതി നിർദ്ദേശമായിട്ട് മുന്നോട്ട് വന്ന നിയമപരമായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ശാസ്ത്രീയമായിട്ടും ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പറയുന്നത്. നമ്മളൊരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ആശയം നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാവട്ടോ. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു റിലേ ഉപവാസമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ.